അപ്പം ഈ മക്കളൊക്കെ പഠിക്കണ്ടേ? അവരെയൊക്കെ പഠിച്ചില്ലെങ്കിൽ ശരിയാവോ? അവരെയൊക്കെ പഠിപ്പിച്ച് ഡോക്ടറാക്കണ്ടേ, എഞ്ചിനീയർ ആക്കണ്ടേ? എന്താ അമ്മച്ചി? എന്ത് വേണം? എന്ത് വേണം? ഇവരെയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കണോ? ആകെ കൺഫ്യൂഷനായി. എന്ത് വേണം? ഇവരെന്ത് പഠിപ്പിക്കണം? അവരെന്ത് പഠിപ്പിക്കണം? അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കണോ? മാത്തമാറ്റിക്സ് പഠിപ്പിക്കണോ? എന്ത് പഠിപ്പിക്കണം? പറയ്. പച്ചയായ പുൽത്തകിടിയിൽ. കണ്ടോ? ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്താണ് പച്ചയായ പുൽത്തകിടി എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. അതെന്താണ് ജലാശയം? എന്താണ്? പരിശുദ്ധാത്മാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ വല്ല പഠന പദ്ധതി കത്തോലിക്ക സഭയിലുണ്ടോ? ഉണ്ടോ? അതാണ് ഇനിയുണ്ടാകേണ്ടത്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ജയ് ബോലോ, ജയ് ബോലോ, യേശു മसीहा की जय बोलो, जय बोलो, जय बोलो, യേശു मसीहा की जय बोलो, जय बोलो, യേശു मसीहा की जय बोलो. വരട്ടെ വരട്ടെ. ഇപ്പേ എനിക്കിങ്ങനെ തോന്നുകയാണ്, നിങ്ങൾക്ക് എന്തോ പറയാനുള്ള മാതിരി. വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും നിങ്ങളെ സ്പർശിച്ച എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചിന്തിച്ചേ. ഈ ഇന്നലെ ഉച്ച മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ എല്ലാം നമ്മൾ കേട്ടു, ഇന്നും കേട്ടു, രാവിലെ കേട്ടു. ഇതിൽ നിങ്ങളെ സ്വാധീനിച്ച ഒന്ന് രണ്ട് ആശയങ്ങൾ എന്താ? അത് ആദ്യം അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയുക. അടുത്തിരിക്കുന്ന ആളോട്. യെസ്, ഇത് ഈ ധ്യാനത്തിൻ്റെ ഒരു മുറയാണ്. എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടി ക്ലാസ് തുറന്ന് അയച്ചു വന്നതാണ് ഇവിടെ. അപ്പോൾ പറയാനില്ല, നീ പറയല്ലേ, അവർ പറയട്ടെ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഞാൻ പറയും, നിങ്ങൾ ഉറങ്ങും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറയും, ഞാൻ ഉറങ്ങാം. പറഞ്ഞോ, എന്താണ് നിങ്ങളെ സ്വാധീനിച്ച ഒന്നോ രണ്ടോ ആശയങ്ങൾ? അച്ഛന്മാരും അവിടെ ഇരുന്ന് പറഞ്ഞോട്ടോ പരസ്പരം. സിസ്റ്റേഴ്സും. യെസ്, ബുദ്ധിയുടെ തലത്തിലും ബോധ്യങ്ങളുടെ തലത്തിലും നമ്മളിൽ പുതിയ കാര്യങ്ങൾ മുളപൊട്ടി വരുന്നത് ഒന്നും പറയാനില്ലേ? പറഞ്ഞു കഴിഞ്ഞോ? ചിലവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നുകൂടി ചിന്തിച്ചേ. എന്താണ് ചിന്തിക്കുക? ധ്യാനിക്കുക. എന്താണ് നമ്മളെ സ്പർശിച്ച ഒരു കാര്യം? പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ സ്വകാര്യ മുറിയിൽ കേട്ട കാര്യങ്ങൾ പുരമുകളിൽ പ്രഘോഷിക്കണം. സ്വകാര്യ മുറി എന്ന് പറയുന്നത് ഹൃദയം, പുരമുകൾ എന്ന് പറയുന്നത് അധരമാണ്. ഈ മുറിയുടെ പുരയുടെ മുകളിൽ ഉള്ള അധരം. അതുകൊണ്ട് ഇവിടെ വന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ ധൈര്യമുള്ളൊരു വായു. ചെറിയൊരു വെല്ലുവിളിയൊക്കെ കൊടുത്താലേ
നിങ്ങളെല്ലാം ശുശ്രൂഷകരാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ശുശ്രൂഷകരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഈശോയുടെ വലിയൊരു കാര്യം. ഈശോ മലമുകളിൽ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. അതിനുശേഷം 12 പേരെ വിളിച്ചു, അവരെ ശുശ്രൂഷിച്ചു. അതിനുശേഷം അവരോട് ഒപ്പം മൈതാനത്തിലേക്ക് ഇറങ്ങി. കണ്ടോ, ഹിന്ദിയിലൊരു വാക്കാണ് ആവോ മൈതാൻ മേ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധക്കളം പോലെയാണ്, എന്ന പോലെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ശുശ്രൂഷകരെ ശുശ്രൂഷിക്കണം. അതിനൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ മറ്റുള്ളവരുടെയും കൂടി നന്മയ്ക്കായിട്ട് പങ്കുവയ്ക്കുമ്പോൾ. കണ്ടോ, വന്ന ആൾ തന്നെ വരുന്നതിൻ്റെ കാരണം എന്താ? ഒരു പ്രാവശ്യം വന്നതോടെ അങ്ങേർക്കും മനസ്സിലായി ഇത് നല്ല സുഖകരമായ പരിപാടിയാണല്ലോ, ഒരു ഭയവുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഞാനിന്ന് ബ്രദറിൻ്റെ ക്ലാസ്സുകൾ 2 ക്ലാസ്സിലാണ് ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ഇരുന്നത്. ഇന്നലെ എൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജിസേട്ടൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചതും വന്നിട്ടൊന്നും ഒരുങ്ങി വന്നില്ല. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായതുകൊണ്ട് നല്ല ഒരുക്കമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നന്നായി ഇന്നലെ രാത്രിയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. ഇന്ന് പ്രഭാതത്തിലെങ്കിലും എനിക്ക് ക്ലാസ്സിലൊന്നുകൂടി മനസ്സൊന്ന് വിട്ടുകൊടുക്കണമെന്ന്. അവിടെ എന്നെ സ്പർശിച്ച 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിലൊന്ന്, പത്രോസ്ലിയുടെ കാല് കഴുകാനായിട്ട് ഈശോ പോകുന്ന ആ ഒരു രംഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയേറെ അത് അനുഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ ഇത്രയും ദിവസത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചത് എനിക്കെന്തൊക്കെയോ ഉണ്ടെന്ന്. അവിടെ നിന്ന് ബ്രദർ പറഞ്ഞ്, ഇനി നിങ്ങൾ കൊറിന്തോസിലെ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ ആ 4 മുതലുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ച് മാർക്കിടണമെന്ന് പറഞ്ഞു. എനിക്ക് മാർക്കിട്ടു. 100-ൽ എനിക്ക് കിട്ടിയത് 0. എൻ്റെ ഒരു തുറന്ന വാക്കാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇനിയും കുറേ കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു 2 ചെറിയ വിഷയമാണ് എന്നെ സ്പർശിച്ചത്. ഇപ്പോഴാണ് ഹൃദയം ഒന്ന് തുറന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ അവസരം തന്ന ബ്രദറിലൂടെ കർത്താവ് തന്ന ഈ ബോധ്യത്തിന് ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. താങ്ക് യു.